നമസ്കാരം. ഇന്നോടൊപ്പം ഉള്ള ഒരു സംവിധായകയും എഴുത്തുകാരിയും അതോടൊപ്പം സാമൂഹ്യ പ്രവർത്തകയും ഒക്കെയായ പ്രിയ ഷൈനാണ് ഉള്ളത്. നമസ്കാരം. അപ്പോൾ പ്രിയ ഷൈൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ അറിയാം. മെൻസ് കമ്മീഷന് വേണ്ടിയിട്ട് അഘോരം വാദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലൊരു മെൻസ് കമ്മീഷൻ വരണമെന്ന് വലിയ ശക്തമായി ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെൻസ് അസോസിയേഷൻസ് ഉണ്ട്. പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് നീതി ലഭിക്കേണ്ട വരുന്ന പുരുഷന്മാർക്ക് ഇവർക്കൊക്കെ വേണ്ടി ഭീകരമായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആശയം? മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ ഈശ്വറുണ്ട്, അതോടൊപ്പം വട്ടിയൂർക്കാവ് അജിത് കുമാറുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു കളക്റ്റീവ് ഉണ്ടാക്കുന്നു. എന്താണ് പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെൻസ് പുരുഷന്മാരെല്ലാവരും നീതി നിഷേധിക്കപ്പെട്ടവരാണോ? ശരിക്കും പുരുഷന്മാർ എല്ലാവരും നീതി നിഷേധിക്കപ്പെട്ടത് മാത്രമല്ല, സ്ത്രീക്കുള്ളതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും മനസ്സും മാനസികമായ പ്രശ്നങ്ങളും ആന്തരിക തലത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ് പുരുഷന്മാർ. രാവിലെ തൊട്ട് പകലന്തിയോളം വളരെയധികം കഷ്ടതയോടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന, ഉപജീവനമാർഗം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ഭാര്യയെ മക്കളെയും സംരക്ഷിക്കുന്ന, മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന അനവധി പുരുഷന്മാരുണ്ട്. ചിലവരത് ചിലപ്പോൾ ചെയ്യുന്നില്ലായിരിക്കാം, വെറുതെ ഇരിക്കുന്ന പുരുഷന്മാരും ഉണ്ടാവാം. എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. പക്ഷെ ഏത് വിഭാഗത്തിലായാലും ഒരു സ്ത്രീക്കുള്ളതുപോലെ പുരുഷനും ഒരു മനസ്സുണ്ട്. അവനെയും സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അവനും സ്നേഹിക്കപ്പെടേണ്ടതാണ്, ഇല്ലേ? അവനും കരുതലിന്റെ ആവശ്യമുണ്ട്. ഒരു പുരുഷനാണ് എന്ന് കരുതി അവന് മനസ്സില്ല, അല്ലെങ്കിൽ അവന് എന്താ പറയാ, വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, അവന് മാനസിക വ്യഥയില്ല, പ്രശ്നങ്ങളില്ല എന്ന് കരുതുന്ന സമൂഹമാണ് ഇന്നത്തെ. ഇന്നത്തെ സമൂഹത്തിൽ ഭാര്യമാർ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുണ്ട്. മാതാപിതാക്കൾ പെൺമക്കളെ സ്നേഹിച്ചിട്ട് മകനെ നിരന്തരം ഉപദ്രവിക്കുന്നത് തൊട്ട് മാനസിക ഉപദ്രവം ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഒരുപാട് പുരുഷന്മാർ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നുണ്ട്. കാരണം ഇങ്ങനൊരു ഓൾ കേരള മെൻസ് അസോസിയേഷനിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, വട്ടിയൂർക്കാവ് അജിത് കുമാർ സാറിൻ്റെ. അതെന്താ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞ ഒരു ആശയം എന്നാന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് സംഘടനകളില്ല, ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളുടെ പ്രശ്നം തീർക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്ക് പ്രശ്നമുണ്ട്, ബന്ധുക്കൾക്കുണ്ട്, സഹോദരനുണ്ട്, അങ്ങനെയുള്ള സഹോദരനുണ്ട്. സഹോദരൻ മീൻസ് സ്വന്തം സഹോദരനല്ല, എല്ലാവരും സഹോദരന്മാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാഡം ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു റാലിക്ക് അല്ലെങ്കിൽ ഒരു പുരുഷ ദിനത്തിൽ നമ്മൾ എത്തുമ്പോഴാണ് അവിടെ കൂടിയിരിക്കുന്ന അണികൾക്ക് എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റേ സ്ത്രീകളെക്കാൾ വളരെ ശക്തമായ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ്. അത് എൻ്റെ അടുത്ത് പറയാറുണ്ട്. എനിക്ക് തോന്നി, എന്തുകൊണ്ട് പുരുഷന്മാർക്കൊരു എന്താ പറയാ, ഒരു പുരുഷ കമ്മീഷനും വേണം. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരുടെ നീതി, അതായത് ഞാൻ കോമൺ ആണ് പറയുന്നത്, ഒരു വ്യക്തിഗതമായ കാര്യമല്ല പറയുന്നത്. അങ്ങനെ എനിക്ക് വളരെയധികം ശക്തമായിട്ട് തന്നെ ഞാൻ ആ ഒരു നിലപാടിൽ ഞാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ പുരുഷ കമ്മീഷൻ വരണമെന്ന് പറയുമ്പോഴും, പക്ഷേ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ടും ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും ഇതിൽ നിന്നൊക്കെ വിഭിന്നമായ തലത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കേണ്ടി വരുന്നു. മറ്റൊന്നല്ല, 1-2 ഇൻസിഡൻസ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾക്കെതിരായി, ഒരു കോൺഗ്രസ് നേതാവാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്, അയാൾക്കെതിരായി ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ, അതോടൊപ്പം തന്നെ സവാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ KSRTC ബസ്സിൽ വെച്ച് പെൺകുട്ടിയോട് അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നു സ്വയം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വന്നപ്പോൾ പലപ്പോഴും ഈ പറയുന്ന മെൻസ് കമ്മീഷൻ ഒരു വേട്ടക്കാരുടെ ഒപ്പം, അതായത് സവാദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അയാളെ പൊതുജനം അംഗീകരിക്കത്തില്ലെന്നേ. അപ്പം അങ്ങനെ അംഗീകരിക്കാത്തവരെ കൂടെ എടുത്ത് ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. ഇപ്പം ചേച്ചി പറഞ്ഞനുസരിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ്, പുരുഷന്മാർ വ്യഥ അനുഭവിക്കുന്നുണ്ട്. അത് പ്രായഭേദമന്യേ എല്ലാവരും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നുകിൽ ഭാര്യയുടെ ഭാഗത്തു നിന്നാകാം, അമ്മയുടെ ഭാഗത്തു നിന്നാകാം, എങ്ങനെയാണെങ്കിലും സഹോദരിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർ ധാരാളമുണ്ട്. ആ ഒരു ഇതിൽ തന്നെ നമ്മളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു വശത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നവരെ പോലും പൂമാലയിട്ട് സ്വീകരിക്കുന്നവരായി മെൻസ് കമ്മീഷൻ മാറുന്നില്ലേ എന്നൊരു സംശയം അതിലേക്ക് ഞാൻ വരാം. അതായത് അജിത് കുമാർ സാർ, വട്ടിയൂർക്കാവ് അജിത് കുമാർ സാർ എന്നെ സവേദിന് മാല ഇടാൻ വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ ആന്തരിക നില അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ഞാൻ ചെല്ലാം എന്ന് കരുതി. അപ്പോൾ ഞാനതൊരു വിചിന്തനത്തിലേക്ക് എൻ്റെ ആ ഒരു മാനസിക തലം വന്നു. എന്തുകൊണ്ടാവാം അവൻ ആ പെൺകുട്ടിയോട് അത് കാണിച്ചത്?
ഇനി ഒരു പക്ഷേ അവൻ്റെ ബ്ലഡിൽ ഇതിനുള്ള ടെൻഡൻസി മീൻസ് ഇതൊരു എന്താ പറയുക സൈക്കോളജിക്കലി ഒരു പ്രശ്നമാണോ, അവൻ എന്തെങ്കിലും രോഗമുണ്ടോ എന്നതിനെക്കുറിച്ചൊരു ഡീപ്പ് അന്വേഷണത്തിന് വേണ്ടിയാണ് ഞാൻ മാലയിടാൻ പോയിട്ടില്ല. ആ സംഘടനയിലുണ്ടെങ്കിലും ഞാൻ മാലയിടാൻ പോയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഞാൻ കുറേ എഴുതുകയൊക്കെ ചെയ്ത്. കാരണം അവരെ നമ്മൾ തളർത്തരുത്. ഒരാൾ അങ്ങനെ ചെയ്ത് ഒരു പ്രാവശ്യമാണ് എങ്കിൽ അവരെ തളർത്തിയ ചിലപ്പോൾ അതൊരു സൂയിസൈഡിലേക്ക് വരെ പോകാം. പഠിച്ചപ്പോഴാണ് അറിഞ്ഞത് അയാൾക്ക് ബ്ലഡിൽ അങ്ങനെ ഒരു ടെൻഡൻസി എക്സിബിഷനിസം പോലെയുണ്ട്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ മാതാപിതാക്കളുടെ അനുമതിയോടെ അവരുടെ അറിവോടുകൂടി ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊരു ഉപരിപ്ലവമായ ചിന്തയല്ല. അത് യഥാവിധി ട്രീറ്റ്മെന്റ് നൽകി അവനെ ഒരു ഉത്തമ പൗരനാക്കി കൊണ്ടുവരാനുള്ള ഒരു ആർജവം ഈ പറയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പുരുഷ സംഘടനകൾ മുൻപോട്ട് വെച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിനൊരു എന്നാ പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ആകും. ഇത് അർത്ഥവിരാമമാണ് ഇവിടെ ഇടുന്നത്. ഒരു മാല ഇട്ടത് കൊണ്ട് അവൻ അന്നേരം ഒരു ഇത് കിട്ടാമായിരിക്കാം. അങ്ങനെ വരുമ്പോ നമ്മളൊരു ഹീറോ വർഷിപ്പ് കൊടുക്കുകയാണ് ശരിക്കും അത്തരക്കാർ. അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന. ഞാനൊരു സംഘടന കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, പക്ഷെ ഞാൻ അതിന്റെ ആധികാരികമായ തലമാണ് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. എക്സിബിഷനും ചെയ്യുന്നവര് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് നമുക്ക് സമൂഹത്തിലേക്ക് പറയുന്നത് എക്സിബിഷൻ ഇവൻ ഇങ്ങനെ കാണിച്ചു, പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അയാൾക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അതിന് സമൂഹം തയ്യാറാകണം, അതുപോലെ തന്നെ മാതാപിതാക്കളും നടൻ ശ്രീദേവി തന്നെ 2 തവണ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അവര് പോലും അറിയാതെ അവർ ഉള്ളിൽ ഉണരുന്ന ഒരു തൃഷ്ണയാണ്, അല്ലെങ്കിൽ എനിക്കിത് കാണിക്കാനുള്ള ഒരു അഭിവാഞ്ചം ഉണ്ടാകുകയാണ്. അതിനെ അപ്പൊ ട്രീറ്റ് ചെയ്ത് മെഡിസിൻസ് കൊടുത്താൽ ഒരു പരിധി വരെ അത് ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇപ്പൊ ഈ മെൻസ് അസോസിയേഷൻ പോലും അതിന് വേണ്ടിയിട്ട് എന്താണ് അയാളുടെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാനോ അത് കൊണ്ട് ട്രീറ്റ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ ഒരു പരിമിതിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നമ്മളിപ്പോൾ ഒരു സംഘടന ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരുപാട് ചാനലുകളിൽ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് ഇപ്പം മാഷ് തന്നെ ഒരു സംഘടന ക്രിയേറ്റ് ചെയ്യുന്നു. മാഷ് എന്ത് ചെയ്യുന്നു? ഞാൻ അണിയാണ്, ഞാൻ പുറകെ നിന്നുകൊണ്ട് മാഷ് മാത്രം ശബ്ദമുയർത്തി കുറെ ഘോരഘോരം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അണികൾക്കും കൂടെ സംസാരിക്കാനുള്ള ആ ഒരു അവസരം കൊടുത്തെങ്കിൽ മാത്രമേ പലതരത്തിലുള്ള പുരുഷന്മാരുടെ വ്യസനം അവരുടെ വ്യഥകൾ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് സമൂഹം മനസ്സിലാക്കിക്കൊണ്ട് പുരുഷന്മാർക്കും ഈ പറയുന്ന സ്ത്രീകൾക്കുള്ളതുപോലെ മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്ന് സമൂഹം മനസ്സിലാക്കി അവർക്കൊരു അനുകൂലമായ രീതിയിൽ നിൽക്കത്തുള്ളൂ. ഇപ്പം എന്നാ പറയുക, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ പറയുന്ന രാഹുൽ ഈശ്വർ കിടന്നപ്പോഴും പറഞ്ഞു അവൾക്കൊപ്പമെന്നും പറഞ്ഞു എന്ന്. ഞാൻ പുരുഷന്റെ ഭാഗത്തും സ്ത്രീയുടെ ഭാഗത്തും അല്ല, ഞാൻ മനുഷ്യന്റെ ഭാഗത്താണ്. അവിടെ പുരുഷൻ തെറ്റ് കാണിച്ചാലും സ്ത്രീ തെറ്റ് കാണിച്ചാലും ആര് തെറ്റ് കാണിച്ചാലും നമുക്ക് പറയാം. അല്ലാതെ ഞാൻ ഒരു പുരുഷ കമ്മീഷന്റെ അകത്ത് ഒരു മെമ്പർ ആണെന്ന് കരുതി പുരുഷന്മാർ കാണുന്ന സകല തെറ്റിനും പിന്താങ്ങിക്കൊണ്ടിരിക്കാൻ എന്നെ കിട്ടത്തില്ല. ഒന്നാമത് തന്നെ പ്രിയാഷൻ എന്ന് പറയുന്ന വ്യക്തി അതിന് കിട്ടത്തില്ല. അപ്പൊ അവൻ തെറ്റ് കാണിച്ചാലും അവള് തെറ്റ് കാണിച്ചു. ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഒരു പുരുഷൻ ശക്തമായി പ്രതിരോധിക്കാനുള്ള അല്ല ശബ്ദമുയർത്താനുള്ള ഒരു ആർജവം ഒരു പുരുഷന് വേണ്ടി, അതായത് സ്ത്രീയും തെറ്റ്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെട്ടു, ഒറ്റയ്ക്കൊരു സ്ത്രീ ഒരു പുരുഷന്റെ മുറിയിൽ പോകുന്നു, രണ്ടുപേരുടെയും സമ്മതത്തോടെ. എങ്കിൽ അഥവാ സമ്മതത്തോടെ അല്ല ആദ്യത്തെ ഒരു പ്രാവശ്യം എങ്കിൽ വീണ്ടും ചെയ്യുമ്പോൾ സമ്മതത്തോടെ അല്ലാതെ പോകത്തില്ലല്ലോ. 10ാമത്തെ പ്രാവശ്യം അല്ലെ 11ാമത്തെ പ്രാവശ്യമാണ് അവൾ അറിയുന്നത് തന്നെ റേപ്പ് ചെയ്യുകയാണെന്ന്. അതെന്ത് ന്യായമാണ്? രാഹുൽ ഈശ്വർ അതാണ് ചോദിച്ചത്. അതൊരു ഭീഷണിയുടെ പിൻബലത്തിലായിക്കൂടെ? ഏത് ഭീഷണിയുടെ? അതായത് ഇപ്പം ആദ്യത്തെ തവണ റേപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവളുടെ കുറെ ചിത്രങ്ങൾ എടുക്കുന്നു. ആ ചിത്രങ്ങൾ തന്നെയല്ല, അതൊരു പബ്ലിക് ഫിഗറിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ കുറെ നഗ്ന ചിത്രങ്ങൾ എടുക്കുന്നു. ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ട് ഇത് വെച്ചിട്ട് പീഡിപ്പിക്കുന്ന അല്ല ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പീഡിപ്പിക്കുന്നതായിക്കൂടെ? അവിടെയാണ് നമുക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതിജീവതയുടെ ശബ്ദത്തിന്റെ ആ ഒരു മഹത്വം മനസ്സിലാകുന്നത്. ഞാനൊരു പബ്ലിക് ഫിഗർ ആണ് എന്ന് പറഞ്ഞ് ഒരു പുരുഷന്റെ എന്താ പറയാ കാമത്തിനടിപ്പെട്ട് അവിടെ അപ്പം തന്നെ അവൾ ശബ്ദം ഉയർത്തെങ്കിൽ മാത്രമേ അതിനൊരു എന്താ പറയുക ഒരു ഇതുണ്ടാകത്തുള്ളൂ. ഒരു നിയമമായാലും അതുപോലെ തന്നെ അതിനുള്ള ഒരു എന്ത് കാര്യമാണ് വേണ്ടതെന്നുള്ളത് അത് ശബ്ദം ഉയർത്താതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ മറ്റുള്ളവരറിയും? അതുപോലെ എങ്ങനെ നിയമം ഉണ്ടാകും? നിയമം കോടതിയോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ
ഒരു അതിജീവിത പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരല്ല. വളരെ വേദനയോടെയാണ് നമ്മളത് അത് ഒരു നെഞ്ചു പൊട്ടിയുള്ള ഒരു സ്ത്രീയുടെ ഇല്ലേ കൂട്ട ബലാത്സംഗത്താൽ ആ പീഡനത്തിന്റെ എന്താ പറയാ ഒരു കാഠിന്യം നെഞ്ചില് ഉൾക്കൊണ്ട് വ്യസന ഛായയുള്ള അവളുടെ കണ്ണുകളില് പ്രത്യാശയുടെ ഒരു കണികയോടെ 8 വർഷവും 9 മാസവും 29 ദിവസവും ജീവിച്ച ഒരു പെൺകുട്ടി പ്രതീക്ഷയോടെ കോടതി മുറിയിലേക്ക് പോകുമ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, വിവാഹം നിശ്ചയിച്ച ഞാൻ ഇങ്ങനെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ എനിക്ക് നീതി കിട്ടും എന്നവൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ചോദിക്കും, എന്താ പറയാ 6 പേരല്ലേ 7 പേരെ പിന്നെ ഇത് ശിക്ഷിച്ചു, അവൾക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അതുകൊണ്ടായിരിക്കുമല്ലോ, അതല്ലേ ഏറ്റവും വലിയ സാക്ഷി. അതെ, ആ പിന്നെ അതിജീവിത തന്നെ അല്ലെങ്കിൽ നടി തന്നെ വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. ഞാൻ അതിജീവിത എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആക്രമിക്കപ്പെട്ട സ്ത്രീ എന്ന് മാറ്റി പറയാനാണ് ഇഷ്ടം. കാരണം അതെ, അതായത് അതിജീവിത എന്ന് പറയണമെങ്കിൽ അവളുടെ ആന്തരിക തലത്തിൽ അവൾ ഇപ്പോഴും അതിജീവനം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവൾ വീണ്ടും വീണ്ടും അവൾക്ക് നീതി കിട്ടണമെന്ന് അതായത് പറഞ്ഞു വരുന്നത്, നീതി കിട്ടും വരേക്കും അവൾ അതിജീവിതയല്ല. അവൾക്ക് അനുയോജ്യമായ, അതായത് അവള് മാഷൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാനോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരിയോ മാഷിൻ്റെ സഹോദരിയോ മകളോ ഭാര്യയോ കൂട്ടുകാരിയോ ആരെങ്കിലും ആണെങ്കിലേ നമുക്കതിൻ്റെ ആ വിഷമം ഉള്ളിലേക്ക് ആവാഹിച്ച് നമുക്കത് അന്നേരമാണ് നമുക്ക് അന്നേരം ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഏതോ ഒരു സ്ത്രീ, ചാനലിലായാലും മീഡിയയിലായാലും മാധ്യമത്തിലായാലും പത്രത്തിലായാലും ഏതോ ഒരു സ്ത്രീ അത് സ്വന്തം വീട്ടിലാണെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പീഡനത്തിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണല്ലോ പലരും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ആണെങ്കിലും ഈ പറയുന്ന നടൻ ദിലീപിനെ ആണെങ്കിലും പ്രൊട്ടക്ട് ചെയ്ത് രംഗത്തേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ മറ്റേതോ ഒരു പെണ്ണിന് എന്തോ സംഭവിച്ചു, അയലത്തെ വീട്ടിലല്ലേ അത് സംഭവിച്ചത്, എന്റെ വീട്ടിലാണെങ്കിലോ അപ്പോൾ അപ്പോൾ എന്തും അത് ആ അതിജീവിത എന്ന് നിങ്ങളൊക്കെ പറയുന്ന അല്ലെങ്കിൽ സമൂഹം പറയുന്ന, എൻ്റെ ഭാഷയത്തിൽ പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടവളായ സ്ത്രീ എൻ്റെ വീട്ടിലെ മകളോ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയോ അമ്മയോ കൂട്ടുകാരിയോ ഭാര്യ, മാഷിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാര്യയോ ആണെങ്കിൽ മാഷിനത് നമ്മുടെ സ്വന്തം പ്രശ്നമാകുന്നുള്ളൂ. അതെ, അതെ. ഇപ്പം നമ്മൾ ഇതിലേക്ക് വന്ന ആ നിയമത്തിന് മുന്നിൽ ആരും തുല്യരല്ല എന്ന് വളരെ ഒരു അതിജീവിത അങ്ങനെ പറയത്തില്ല. നിയമത്തിന്റെ മുന്നിൽ ആരും തുല്യല്ല എന്നൊരു അതിജീവിത പറയത്തില്ല. വിഹ്വലമായ ഭയം പൂണ്ട വിറയലോടെ ആവാം അവള് പല രാത്രികളും ഉറങ്ങാതെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവാം. പുറമെ അവളത് കാണിക്കുന്നില്ല. ഉള്ളിൽ അവളുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് ആ ഒരു എന്താ പറയാ ബലാത്സംഗത്തിന്റെ ഭീകരത അവളുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചി ആയാലും എന്താ പറയാ അന്ന് മുതൽ അവർ ശബ്ദം ഉയർത്തുന്നതാണ്. അപ്പൊ അവരെ ക്രൂശിക്കാനേ ആൾക്കാർ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ ഭയമാണ് എല്ലാവർക്കും. അവർ തന്നെ പറയുന്നുണ്ട് ഗുണ്ടയുണ്ട്, ഗുണ്ടകൾ ആരുടെ ആയാലും, ഇപ്പൊ ഒരു ആക്ടർ അല്ല ആരുടെ ആയാലും ഗുണ്ടകളുണ്ട്, നിങ്ങൾക്കും ഇത് തന്നെ ഉണ്ടാവാം എന്ന് പറയുമ്പോൾ ഫിസിക്കലി സ്ത്രീകൾ എപ്പോഴും എന്താ പറയാ ഒരു വീക്കാണ് ഫിസിക്കലി. എത്ര കളരിപ്പയറ്റ് പഠിച്ചു, ആയോധന കലകൾ അഭ്യസിച്ചു, ബ്ലാക്ക് ബെൽറ്റ് എടുത്തു എന്ന് പറഞ്ഞാലും 6 പുരുഷന്മാർ ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ അവള് എപ്പോഴും അബലയായി പോകും. ആരോഗ്യമുള്ള 6 പുരുഷന്മാർ ഒരു പുരുഷൻ ആയാൽ പോലും അവള് പ്രബലയാകുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥ അതും ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന നിരത്തില് ഓടുന്ന വാഹനത്തില് നാളെ നമുക്കും ഭീതിയാണേ. ഇതിലിപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൾസർ സുനി എല്ലാ ശിക്ഷ കിട്ടി, ദിലീപ് ഒഴിച്ചുള്ള ബാക്കി എല്ലാവർക്കും ശിക്ഷ കിട്ടി. പക്ഷേ ഈ പൾസർ സുനിക്കും മാർട്ടിനും അടക്കമുള്ളവർക്ക് ഈ നടിയോട് എന്തായിരുന്നു വൈരാഗ്യത്തിനുള്ള കാരണം? ഇതുവരെ നമുക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഒരു പെണ്ണിനോട് ഒരു കാമം അല്ലെങ്കിൽ തോന്നണമെങ്കിൽ ഇതുപോലെയുള്ള ഓടുന്ന വണ്ടിയിൽ ഒരു സന്ദർഭത്തിൽ ഡോറ് തുറന്നു കയറിയിരുന്നു, കാമം തോന്നുന്നു, വേറൊരാൾക്ക് കാമം തോന്നുന്നു, 6 പേർക്ക് ഒരേ സമയം കാമം തോന്നുന്നു. അതെ, അത് ചിന്തിക്കാൻ കാമം തോന്നുന്ന ഒരു തെറ്റല്ല കാര്യം. മാഷെ അങ്ങനല്ല, ഓടുന്ന വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് കാമം തോന്നേണ്ട കാര്യമില്ല മാഷെ. അത് മാഷിനെ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സില് നടിയായാലും ആരായാലും പോകുമ്പോൾ ഒരുത്തിന് കാമം തോന്നിയാ ഡോറ് തുറന്ന് കയറിയിരിക്കുന്ന 6 പേർക്കും കയറി എവിടെ റൈറ്റ് ഉണ്ട്?
അതെന്ത് മാഷ് പറഞ്ഞതിനോട് ഞാൻ അല്ല, ഞാൻ യോജിക്കുന്നില്ല. പറഞ്ഞ അതല്ല, ഒരാൾക്ക് ഒരാളോട് അല്ല, കാമം മാഷ് പറഞ്ഞു തോന്നുന്നതിൽ തോന്നുന്നതിന് അല്ല, ഒരാൾക്ക് ഒരാളോട് കാമം തോന്നുന്നതിൽ തെറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റില്ല. പക്ഷെ പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ ഇത്ര പിന്നെ അങ്ങനെ ഒരു കാമം തോന്നിയാൽ തന്നെ ഇത്ര ബ്രൂട്ടലായി ആരെയും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നടി, നമുക്കറിയാം എല്ലാവർക്കും ഒരു പക്ഷെ അതിന്റെ മുഖം വളരെ വ്യക്തമാണ് എല്ലാവർക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു നടി ഈ രീതിയിൽ ആക്രമിക്കപ്പെടുമ്പോൾ അവരോട് തോന്നിയത് കാമമല്ല, പകരം ഇവരെ വൈരാഗ്യത്തോട് തോന്നിയ വൈരാഗ്യത്തോടു കൂടി അതിന്റെ കരിയർ തന്നെ നശിപ്പിച്ച് കളയണമെന്നും ആ ഒരു വ്യക്തിയെ തന്നെ തേജോവധം ചെയ്യണമെന്നുള്ള ഒരു വലിയ ഒരു ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ തരമുണ്ടോ? അല്ല, അത് സംശയം അത് ശരിക്കുള്ള നഗ്ന സത്യമാണല്ലോ അത്. അതായത് ഒരു പുരുഷന്റെ വിചാരം അവളെ തീർത്തും അങ്ങ് മോശക്കാരിയാക്കിയാൽ, അല്ലെങ്കിൽ അവളെ അത് വൾഗറായിട്ട് ചിത്രീകരിച്ചാൽ അവൾ അവിടെ ഒതുങ്ങി. സ്ത്രീക്ക് പിന്നെ വോയിസ് ഇല്ല. മനസ്സിലായില്ലേ? എന്തും ചെയ്യാം. ഒരു സ്ത്രീയുടെ ലൈഫാണ്. അപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നാളെ ആ കൈകൾ നമ്മൾക്ക് നേരെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെയും നാളെ ഉണ്ടാകാൻ പാടില്ല എന്നില്ല. ഇല്ലേ? ഓടുന്ന വണ്ടിയില് എന്താ പറയാ, ഫിസിയോതെറാപ്പിസ്റ്റ് നിർഭയ യോനിയിൽ ഇരുമ്പ് കമ്പി കടത്തി പീഡിപ്പിച്ചപ്പോഴും മാധ്യമക്കാർക്ക് കുറെ വാർത്തയായി എല്ലാം ആയി. ഇപ്പോഴും ആ കുട്ടി അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇല്ലേ? ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള ആ ഒരു വേദന. പെരുമ്പാവൂരിലെ ജിഷ ഇല്ലേ, നിയമ വിദ്യാർത്ഥിയാന്ന് തോന്നുന്നു, ആ കുട്ടി എന്താ പറയാ പീഡിപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ സൗമ്യ ഓടുന്ന ട്രെയിനിൽ, മാഷെ ഇതിന് തത്തുല്യമായി ഓടുന്ന ട്രെയിനിൽ നമ്മൾ സൗമ്യയുടെ ആ ഒരു ക്രൂരത കണ്ടു. ആ ക്രൂരത കണ്ടു. അപ്പൊ എന്താന്ന് വെച്ചാ ഇനിയും ഉണ്ടാവാം. അതാണ് പറഞ്ഞത്, അകത്തൊരു ഗോവിന്ദസ്വാമിയെ പോയിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ പറയാം, അകത്തോട്ട് ഒരു ഗോവിന്ദസ്വാമിയെ പോയിട്ടുള്ളൂ. ഗോവിന്ദസ്വാമിക്ക് സമന്മാരായ നിരവധി പേർ ഇന്ന് നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ബസ്സിൽ വെച്ചിട്ടാണേലും എക്സിബിഷനിസം കാണിക്കുമ്പോ ഞാൻ പിന്നെ പല റൈറ്റപ്പിലും ഒക്കെ ഞാൻ കണ്ട ഒരു കാര്യം, അത് നമ്മള് പുറത്ത് പറയുമ്പോ സമൂഹം നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളെയൊക്കെ എന്ത് കരുതും, ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് കരുതി ശബ്ദമില്ലാതിരിക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ കൂടുതൽ ശക്തരാകുകയാണ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. നേരത്തെ ചേച്ചി പറഞ്ഞു വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ 10 തവണ പീഡിപ്പിക്കപ്പെടുമോ, അല്ലെ റേപ്പ് ചെയ്യപ്പെടുമോ? അല്ല, ഞാനൊരു വേറൊരു ചോദ്യം ചോദിച്ചിട്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്തുകൊണ്ട് പിതാവിനെയോ മാതാവിനെയോ ആരുമില്ലെങ്കിൽ ഒരു സഹോദരനെയോ അങ്ങനെ എന്താ പറയാ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാതെ സ്വയം ആദ്യം കരുതേണ്ടത് ഒരു സ്ത്രീ കരുതലെടുക്കേണ്ട അവള് തന്നെയാണ് കരുതലെടുക്കേണ്ടത്. ഒരു പ്രാവശ്യം അങ്ങനെ എങ്കിൽ പിന്നീട് മാഷ് പറഞ്ഞതുപോലെ പേടിച്ചിരിക്കാതെ അപ്പൊ തന്നെ അതിനുള്ള പക്ഷെ അവിടെയാണ് ചേച്ചി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 2 കേസുകളും നമ്മളിപ്പം നമ്മുടെ നടിയുടെ കേസും ഇപ്പുറത്തെ കേസും, ആ നടി 8 വർഷം കൊണ്ട് നിയമ പോരാട്ടം നടത്തിയിട്ട് പോലും നീതി കിട്ടിയില്ല. അപ്പം സ്വാഭാവികമായും അതിലെങ്ങും ഉൾപ്പെടാത്ത ഒരു സാധാരണക്കാരിയായ ഒരു പെണ്ണ് ഒരു പോലീസിന് മുന്നിലോ അല്ലെങ്കിൽ പോലീസിന് മുമ്പിൽ ചിലപ്പോൾ പരാതി എടുത്തെന്നിരിക്കാം, അത് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ പീഡിപ്പിച്ചവൻ ഒരു ഉന്നതനാണെങ്കിൽ ആ കുട്ടിക്ക് നീതി ലഭിക്കുന്നില്ല. അത് തന്നെയാണ് ആ കുട്ടി ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്തേക്ക് വരുന്നു. അപ്പോഴും ആ കുട്ടി മറച്ചു പിടിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പറയും, എന്റെ വീട്ടുകാർക്ക് പ്രശ്നമാകും. അവിടെ കേസുമായി പോയി കഴിഞ്ഞാൽ ഉന്നതനായ ഒരാളൊരു MLA ആണ്, അദ്ദേഹം പിന്നെ ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇങ്ങനെ വരുമ്പോൾ നിയമം ആർക്കൊപ്പം നിൽക്കും? സ്വാഭാവികമായിട്ടും ആരും ചിന്തിച്ചു പോകും. അത് ആ ലെവലിലേക്ക് പോകുന്നില്ലേ കാര്യങ്ങൾ ഇപ്പോൾ? അതാണ് പറയുന്നത്, ഒരു സ്ത്രീയുടെ സുരക്ഷ എപ്പോഴും ഇരിക്കുന്ന അവരവരുടെ കൈ തന്നെയാണ്. അതായത് എനിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സ്കൂളുകളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം ഒക്കെ കൂടിയെങ്കിലും കിട്ടുമെങ്കിലും അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടെങ്കിലും ഒരു സ്ത്രീ എപ്പോഴും ആദ്യം കരുതലെടുക്കേണ്ടത് അവള് തന്നെയാണ്. ഇല്ലേ? നാം അവൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ നാം നമുക്കൊപ്പം നിൽക്കണം. അങ്ങനെയാണ്. അപ്പൊ ചോദിക്കും ഈ ഓടുന്ന വണ്ടിയിലെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് എന്താ പറയാ, അത് വിധിയുടെ ഒരു വല്ലാത്തൊരു പരീക്ഷണമാണ്. നമ്മൾ എന്താ പറയാ പൊതു ഇടങ്ങളിലും തൊഴിലിടങ്ങളിലും അല്ലേ, എന്തിനേറെ ഹോസ്പിറ്റലിൽ പോലും. ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. അപ്പം ആ ഒരു ഇതിലേക്ക് ഞാൻ ട്രീറ്റ്മെന്റിന് കിടക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു എന്താ പറയാ കീമോ എടുക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ മമതാ മോഹൻദാസ് എന്ന് പറയുന്ന അവരൊരു നടി എന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ പ്രരോദനം ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിലൂടെ ഇഴയുന്ന ഡോക്ടറുടെ ആ കൈകൾ ഭീകരമല്ല മാഷേ? അത്
ഒരു കീമോ എടുത്തോണ്ടിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ അത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. അപ്പം നമുക്ക് നിസ്സഹായാവസ്ഥ നമുക്ക് കിടക്കുമ്പോൾ നമ്മുടെ ദേഹത്തൂടെ ഇഴയുന്ന എന്തൊരു പൈശാചികമായ അവസ്ഥയാണ്. ഇതിന് നീതി നിയമവും ഇല്ലെങ്കിൽ പിന്നെ എന്ത് നമ്മൾ ചെയ്യും? എവിടെയാണ് സുരക്ഷിത്? പിറക്കണോ പെൺകുട്ടികൾ, പെൺകുഞ്ഞുങ്ങൾ പിറക്കണോ എന്ന് പോലും നമ്മൾ ചോദിച്ചു പോകും, ഇല്ലേ? അതെ, കാര്യം ആ ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നീ ഈ പറയുന്ന നമ്മൾ അവിടെ എവിടെ നീതി? ആ ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് ഞാൻ കീമോ എടുത്ത് അല്ലെങ്കിൽ ഇന്ന പോലെ സർജറിക്ക് കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഇടുന്ന, അത് എല്ലാവരും വാർത്തയായി ഘോഷിച്ചു. എവിടെ നീതി? അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ സ്ത്രീകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇത് ഒരു പുനർചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് കേൾക്കുക, കുറേ ചാനലിൽ വരിക, ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണ്ടേ? ഇപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷന് ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, പുരുഷന്മാരുടെ വേദനകൾ കണ്ടിട്ട് ഒരുപാട് ഓൾഡ് ഏജ് ആയിട്ടുള്ള അപ്പാപ്പന്മാരൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തുന്ന നമ്മൾ ഇങ്ങനെയുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈയിടത്തെ മെൻസ് പുരുഷ ദിനത്തിൽ കുറച്ച് ഞാൻ അവിടെ നിൽക്കുമ്പോൾ പ്രിയങ്ക വരാനായിട്ട് വെയിറ്റ് ചെയ്തേക്കുക. അവർ അവിടെ ഉദ്ഘാടകയും ഞാൻ മുഖ്യ അതിഥിയുമാണ്. അപ്പോൾ പ്രിയങ്ക വരാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് പോലീസുകാർ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എത്ര വെയിലത്ത് നിന്നാണ് അവർ കഷ്ടപ്പെടുന്നത്, പുരുഷ ദിനമല്ലേ. കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തപ്പോൾ ഇന്ന് മെൻസ് ഡേ, അതെന്താ ചേച്ചി എന്ന് അവർക്ക് പോലും, അതായത് അവർ കർത്തവ്യത്തിൽ അധിഷ്ഠിതമായി ജീവിതം പോകാം. മാഷ് മുമ്പേ ആദ്യം ചോദിച്ച ചോദ്യം, പുരുഷന്മാരെപ്പോഴും ചിന്തിക്കുന്നത് അവർ പ്രാക്ടിക്കലായിട്ട് അവരുടെ കുടുംബം കഴിയണം, രാജ്യത്ത് നിയമം വരണം, അവർ മെൻസ് ഡേ എന്താന്ന് പോലും അറിയത്തില്ലാത്ത ഒരു തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാർക്ക് പുരുഷ കമ്മീഷൻ വരണം. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അതിനു വേണ്ടി നിരാഹാരമെടുത്ത് ഓൾ കേരള മെൻസ് അസോസിയേഷനിൽ ഗസ്റ്റായിട്ട് വന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള്, അയാൾ ഏത് രാഷ്ട്രീയ ജാതി മത വർണ്ണ വർഗ ലിംഗ ഭാഷാഭേദങ്ങൾക്ക് അതീതമായിട്ടാണ് അദ്ദേഹം പോയി കിടന്ന് പുരുഷന്മാരുടെ പ്രശ്നം തീർക്കാൻ ഒരു മെൻസ് കമ്മീഷൻ വരണമെന്ന് അദ്ദേഹം എന്താ പറയുക പോരാടിയത്. ആ പോരാട്ടത്തിനൊപ്പമാണ് ഞാൻ നിന്നത്. അല്ല അതൊക്കെ രാഹുൽ ഈശ്വർ ആ പറയുന്ന മെൻസ് കമ്മീഷൻ, ഈ പറയുന്ന പോലെ ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മെൻസ് കമ്മീഷൻ, അതൊക്കെയാണ്, അതിലോട് ഞാൻ എഗ്രി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എടുത്ത ഒരു ടേക്ക് ശരിയായി പോയി എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു പക്ഷപാതം പിടിച്ചല്ല ഞാൻ പറഞ്ഞത്. രാഹുൽ ഈശ്വർ പറഞ്ഞ പുരുഷന്മാരുടെ വിഷമങ്ങൾക്കും ഒരു പരിഹാരത്തിനായി മെൻസ് കമ്മീഷൻ വരണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അനുകൂലിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ എപ്പോഴും ഞാൻ പറയും, ഉഭയകക്ഷി പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് എന്നെ ഈ പുരുഷൻ ചതിച്ചു എന്ന് പറയുന്ന സ്ത്രീകളോട് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല. അത് പക്ഷേ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്ന് സ്ഥാപിക്കാൻ എവിടെയെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടോ? അതൊരു വലിയ പോരായ്മയല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരുന്നു, ഇപ്പം നമുക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ഒരു ലൈംഗിക ബന്ധം, ഒരു പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, ഒരു പുരുഷൻ അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത ഒരു നിരാലംബമായ ഒരു അവസ്ഥയുണ്ട്. എങ്ങനെ ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ഇത് നടന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പുരുഷൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഇല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാതെ നോക്കുക എന്നുള്ളത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. ഒരു സാഹചര്യം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ചതിക്കുഴി എത്രയോ പേര് ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ടെന്നറിയാമോ? ഒരുപാട് പേര് ഈ സംഘടന പോലീസുകാർ ഉൾപ്പെടെയുണ്ട്. അതെന്ന് വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞു, മാഡം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം. പക്ഷെ എനിക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ നിന്നുകൊണ്ട് അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആളെ ഖനിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സംഘടനയാണെങ്കിൽ എനിക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. മറ്റൊരാളുടെ ഇപ്പൊ മാഷ് നടത്തുന്ന ഈ സ്ഥാപനത്തിൽ വന്ന് എനിക്ക് അഭിപ്രായങ്ങൾ വേണേ പറയാം, അല്ലാതെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നെനിക്ക് നിശ്ചയദാർഢ്യത്തോടെ പറയാൻ പറ്റത്തില്ല. അതിന് ഞാനൊരു സ്ഥാപനം നടത്തണം, ഇല്ലേ? അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ ചാനലിൽ എന്നെ വിളിച്ചപ്പോ എന്നോട് ചോദിച്ച സത്യസന്ധമായ ചോദ്യങ്ങൾക്ക് ഞാൻ തീർത്തും സത്യസന്ധമായി എൻ്റെ ആത്മാവിൽ തൊട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, മുഖം നോക്കാതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ഇപ്പം ഇനി എല്ലാ സ്ത്രീകൾക്കും ഇനിയിപ്പോൾ ഒരു നിയമം നടപ്പിലാകും എന്നുള്ള ഒരു തോന്നലുണ്ടോ? എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ചോദ്യമാണ്. കാര്യം ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരിടത്ത് പോലും നീതി വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല. അതിപ്പോ ഒരു പുരുഷൻ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുന്ന ഒരു ഇതുണ്ട്, ഒരു എന്നാ പറയുന്നത്, എന്താ അതിന് പറയുന്ന ഒരു നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷന്മാർ പറയുന്നത് സ്ത്രീ വിളിച്ചു പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു, ഇവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ നിയമമാണ്.
അതൊന്നും ഒട്ടും ശരിയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതിജീവിത കിടന്ന് പറയത്തില്ലല്ലോ. നിയമം എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും നിയമം ഒരുപോലെ അല്ലെന്ന് പറയുന്ന ഇത് അവർക്ക് പറയാം. പക്ഷെ നിയമം എന്ന് പറയുന്നത് ഇന്ന് ഒരു ചോദ്യചിഹ്നമാണ്. അതെ, നമ്മൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ നമുക്ക് കോടതിയെ ബഹുമാനിച്ച് തന്നെയാ പറയുന്നത്. നിയമം എന്ന് പറയുന്നത് ഒരു കോടതി പറയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, പിന്നെ എന്താ പറയാ, ഇത് ഒരു തെളിവ് വേണം എന്ന് പറയും. പക്ഷേ ഞാൻ ചോദിക്കുന്ന എൻ്റെ ഒരു ചോദ്യമാണ്, ഒരു ഇന്നസെന്റ് ആയ ചോദ്യമാണ്. വിവാഹം നിശ്ചയിച്ച ഒരു സ്ത്രീ, അതും ഫെയിം നിൽക്കുന്ന ഒരു സ്ത്രീ എന്നെ ഇതുപോലെ മൃഗീയമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു തെളിവല്ലേ അതും? എന്താ പറയുക, ദൃശ്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ. അല്ലാതെ ഒരു സ്ത്രീ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്നില്ല. അത്രയും ഒരു എന്താ പറയുക, നമുക്കതൊരു ഭീകരമായ അനുഭവമാണ് ഇല്ലേ? അത് അവള് പറയാൻ കാണിച്ച ആ ആർജവം, സ്വന്തം മാനം അവള് പണയം വെച്ചിട്ടാണ്. എന്നുവെച്ചാൽ സ്വന്തം മാനം അവള് എന്താ പറയാ, എല്ലാവരും അറിയും, ലോകം അറിയും. എന്നെ കെട്ടാൻ പോകുന്ന ആള് വേണമെങ്കിൽ എന്നെ വേണ്ടെന്ന് വെക്കാം. ആ വരന്റെ വീട്ടുകാരറിയും ഇല്ലേ? എൻ്റെ സ്വന്തം മാതാപിതാക്കൾ അറിയും, എൻ്റെ സഹോദരൻ അറിയും, സഹോദരി അറിയും. അതെല്ലാം വെച്ചിട്ട് അവള് പറഞ്ഞത്, ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇത് പറഞ്ഞത്, ലോകത്തുള്ള സകല പെണ്ണുങ്ങൾക്കും വേണ്ടിയാണ്. ഈ പറയുന്ന മാധ്യമങ്ങൾ എത്ര മുഖം മറച്ചാലും ശബ്ദം കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും തിരിച്ചറിയും ആ ആളിനെ. അപ്പൊ അത്രയ്ക്ക് ഉണ്ടായിരുന്നിട്ട് പോലും അത് കാണിച്ചൊരു വല്ലാത്തൊരു ധൈര്യം തന്നെയാണ്. ഈ സിനിമ അല്ലെങ്കിൽ എന്താ പറയാ, മീഡിയ, സിനിമ അല്ലെങ്കിൽ ഫെയിം അല്ലെങ്കിൽ പബ്ലിസിറ്റി, ഇതൊന്നുമല്ലാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഇപ്പം കൂടി ഒരു വിഭാഗം കൂടെ വന്നിട്ടുണ്ട്, ട്രാൻസ്ജെൻഡറും, ഇവരെല്ലാം മനുഷ്യരാണല്ലോ. അല്ലാതെ കലക്ടർ അല്ലെങ്കിൽ അവരെ എല്ലാവരും തൊഴിൽപരമായിട്ട് ഉന്നതികളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അവർക്കൊക്കെ ഒരു മനുഷ്യരല്ലേ ഇല്ലേ? മാഷൊരു മനുഷ്യനാണ്, ഞാനൊരു മനുഷ്യനാണ്. ഈ പറയുന്ന അതിജീവിത എന്ന് നിങ്ങൾ പറയുന്ന അവരും ഒരു മനുഷ്യ സ്ത്രീയാണ്. അതിജീവിത എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അതിജീവിത എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് അതിജീവിതയാവുന്നു എന്ന് ചോദിച്ചാൽ, അത് അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. അതൊരു പെൺകുട്ടി കടന്നു പോകുന്ന അല്ലെങ്കിൽ സ്ത്രീ കടന്നു പോകുന്ന ഒരു മാനസികമായ ഒരു ട്രോമ. കാരണം പീഡിപ്പിക്കപ്പെടുന്നു. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പറയാണ്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ എല്ലാത്തിനും ഉപരിയായി കാണുന്ന അവളുടെ ഒരു വെർജിനിറ്റി എന്ന് പറയുന്ന സാധനമാണ്. അപ്പം ആ വെർജിനിറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ പതിവ്രത എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കോൺസെപ്റ്റുകൾക്കുണ്ടാകുന്ന ബ്രേക്കാണിത്. ഈ ഒരു പെണ്ണിനെ കുറേ അധികം ആൾക്കാർ ചേർന്ന് പീഡിപ്പിക്കുന്നു. അപ്പോൾ അവൾ അതിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു ട്രോമ, പലരും സൂയിസൈഡിലേക്ക് വരെ പോവാം. കാര്യം എൻ്റെ ജീവിതം നശിച്ചു, എനിക്കിനി മുന്നോട്ടൊരു ലൈഫ് ഇല്ല. കാരണം ഇങ്ങനെ ഒരു ഇത്രയും പേരാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് എൻ്റെ ശരീരം ഒരാൾ മാത്രമല്ല പല ആളുകൾ ഇങ്ങനെ കാർന്നു തിന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും മാനസികമായി തകർന്നു പോകും. അവളുടെ പക്ഷേ ആത്മഹത്യയിലേക്ക് പോകും. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മഹത്യയിലേക്ക് പോയില്ലെങ്കിൽ ക്ലിരൂരിലെ കേസ് നമുക്കറിയില്ലേ? ക്ലിരൂർ ഷാരി എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടു പോയി എന്നുള്ള വിവരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണ്. അപ്പോൾ അങ്ങനെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഒരു കേസ് കൊടുക്കണം. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, ആ ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവന് എതിരെ പരാതിയുമായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതുരംഗത്തേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ അത് അവളുടെ അതിജീവനമാണ്. ആ ഒരു അർത്ഥത്തിലാണ് അതിജീവിത എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്. അത് മാഷിന്റെ കോൺസെപ്റ്റ്. എന്റെ കോൺസെപ്റ്റില്ല. അവൾ അത് അങ്ങനെ പുറമെ ബാഹ്യമായ അല്ലെങ്കിൽ ഉപരിപ്ലവമായ ഒരു അതിജീവനം എന്ന് നിങ്ങൾ ശരിക്കും ആ വ്യക്തി അതിജീവനം ചെയ്യുന്നത് കോടതിയിൽ കയറി ആ ഒരു നിയമം അവൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവൾ ആ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം പൂർണ്ണമായ അതിജീവിത എന്ന് വിളിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അവളുടെ ആന്തരിക നില ഒരിക്കലും അതിജീവനത്തിലല്ല. അവൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നീതി വേണം, എനിക്ക് നീതി വേണം. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവർക്ക് അതിനൊരു അർഹമായ ശിക്ഷ കൊടുക്കണം. ഒരു സ്ത്രീക്കും ഇത് അനുഭവിക്കാം, ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നവള് ഉള്ളാലെ പറയുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. പുറമേ ഉള്ള സന്തോഷം അതേ ഉള്ളൂ ഇല്ലേ? എത്രയായാലും ആ ഒരു ട്രോമയിൽ നിന്ന് കയറി ഒരു പൂർണ്ണമായ അതിജീവനം ആകുന്നില്ല. നേരെ വെച്ച് അവർക്ക് തോന്നുകയാണ് അവർക്കൊരു ശിക്ഷ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് നീതി ഉണ്ടായി എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു സ്ത്രീയാണ് അതിജീവിത എന്ന് ഞാൻ പറയും. പക്ഷെ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ കേരളത്തിൽ അതിജീവിതമാരില്ല എന്ന് പറയേണ്ടി വരും. അത് ശരിയാണ്, അത് ശരിയാണ്. ഇന്ന് വരെ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു കേസ് പോയി, ഒടുവിൽ നീതി, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു നീതി
എന്നുള്ള നിലയിൽ നീതി മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ എത്ര അതിജീവിതമാരുണ്ട് നമ്മുടെ കേരളത്തിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, അവളത് കോടതിയിൽ പോകുന്നു, കേസ് പറയും, നല്ല ഒന്നാം തരം ഒരു വക്കീൽ ഇറങ്ങുന്നു, ആളൂരിനെ പോലുള്ള വക്കീൽ ഇറങ്ങുന്നു. വക്കീൽ ഇറങ്ങിയിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, സൗമ്യ ഗോവിന്ദചാമിക്ക് വധശിക്ഷ വേണം എന്ന് വാദിച്ചുകൊണ്ടിരുന്നിട്ട് പോലും ഇന്ന് ആ ഗോവിന്ദചാമി ഇന്ന് നിൽക്കുന്ന നിലയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. ആ ഗോവിന്ദചാമിക്ക് വേണ്ടി കളത്തിലിറങ്ങാൻ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു വക്കീൽ തന്നെ രംഗത്തേക്ക് വരുന്നു. അല്ല, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു എന്താ പറയാ മറ്റൊരു തലമല്ലേ? ആളൂർ മാഷൊക്കെ അങ്ങനെ ഈ ഒരു ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചോദ്യം, ഒരു ഡോക്ടർ തൻ്റെ മുമ്പിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒരു പേഷ്യൻ്റ് കിടക്കുമ്പോൾ അത് കൊലയാളിയാണോ 10 പേരെ കൊന്നതാണോ എന്നൊന്നും ചിന്തിക്കാത്ത ആ ജീവന് വേണ്ടി എൻ്റെ മുമ്പിൽ കിടക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ആ രോഗിയെ രക്ഷപ്പെടുത്താൻ ചെയ്യുന്ന ആ സർജറി, അതേപോലെയാണ് ഒരു വക്കീലിന് മുമ്പിൽ ഒരാള് നീതിക്ക് വേണ്ടി പ്രതി വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. ആ ഒരു വാദത്തിന് അത് തെറ്റില്ലേ? ഒരു ഡോക്ടറുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു ചേച്ചി, ഇപ്പം അത് ഞാൻ പറഞ്ഞല്ല, അദ്ദേഹം പറഞ്ഞതാ, ഞാൻ പറഞ്ഞല്ല, അതിനകത്തൊരു ഒരു വൈരുദ്ധ്യം തോന്നില്ല. ഇപ്പൊ ചേച്ചി ഇപ്പം എനിക്ക് തോന്നുന്നു നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന ഒരു എന്താ പറയാ ശരിക്കും ക്യൂറായി നിൽക്കുന്ന ഒരാളാണ്. വല്ലാതെ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഒരു ഡോക്ടറുടെ എന്താ പറയുക ഒരു സാന്ത്വന പരിചരണത്തിലൂടെയൊക്കെ ചേച്ചി ഇന്ന് ഒരു ശരിക്കും ലൈഫിലേക്ക് റീ എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ നിൽക്കുന്ന ഒരു സർവൈവ് ചെയ്ത ഒരു പദം അവിടെ പറ്റും. അതായത് ഒരു രോഗത്തിൽ നിന്ന് പൂർണ്ണമായി സർവൈവ് ചെയ്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി, അവിടെ ആ പദം യോജിക്കുന്നുണ്ട്. ഒരു സർവൈവർ, ക്യാൻസർ സർവൈവർ. അപ്പൊ അങ്ങനെ സർവൈവ് ചെയ്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഡോക്ടറുടെ മുന്നിൽ ചേച്ചി ജീവന് വേണ്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് സർവൈവ് ചെയ്യണം, പക്ഷേ എനിക്ക് ജീവിക്കണം. എന്തുകൊണ്ട് ചേച്ചിക്ക് ജീവിക്കാനുള്ള അവകാശം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ തെറ്റുകൊണ്ടല്ല സംഭവിച്ചത്, അല്ലേ? ചേച്ചി മനഃപൂർവ്വമായി ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവിടെ അപ്പം ഒരു വരുന്നില്ലല്ലോ, തെറ്റല്ല, പരീക്ഷണമാണ്. അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണം. അപ്പൊ മനഃപൂർവ്വമായിട്ട് നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. അത് ആരോ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ചേച്ചി സൂചിപ്പിച്ചാൽ വിധിയായിരിക്കാം. അപ്പം ഈ ഡോക്ടർ അതിൽ നിന്ന് നമ്മളെ ക്യൂർ ചെയ്ത് രക്ഷപ്പെടുത്തുന്നു. അപ്പൊ ഡോക്ടർ ദൈവതുല്യനാണ്, നമുക്കത് അവിടെ നിൽക്കട്ടെ. അതുപോലെയാണോ ഒരു തെറ്റ് ചെയ്തു ഒരു പെൺകുട്ടിയുടെ നമുക്ക് നിയമപരമായി നമുക്കറിയാം, ഒരാളുടെ ജീവൻ എടുക്കാൻ ഒരാൾക്ക് യാതൊരു അവകാശവുമില്ല. ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കാൻ ഒരാൾക്ക് യാതൊരു അധികാരവുമില്ല. ആ പറയുന്ന നമ്മുടെ മാനുഷികമായ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കുന്നു. ഓടുന്ന ട്രെയിനിൽ വെച്ച് ഒരു എന്താ എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ നിശ്ചയം മറ്റോ അടുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു സൗമ്യയുടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് പോകുന്ന ആ പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് അവളെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നു. അവളെ കാത്തിരിക്കുന്ന വീട്ടുകാരുടെ മുന്നിലേക്ക് എത്തുന്ന അവളുടെ മരണവാർത്തയാണ്. അപ്പൊ ഇങ്ങനെ അവളുടെ സഹോദരനാണ് ഓടിപ്പിടിച്ച് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. 2-3 ദിവസം കൊണ്ട് അവിടെ കിടന്നു എന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുന്നു. ഇതൊക്കെ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കമ്പാരിസൺ എങ്ങനെയാണ് സിങ്ക് ആവുന്നത്? ഈ ആളൂർ വക്കീലിന്റെ ഈ ഒരു കമ്പാരിസൺ എനിക്ക് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞ വാക്കല്ലേ, അതാ പറഞ്ഞത്. പിന്നെ ഞാൻ അതിനെങ്ങനെ ചേച്ചി നമ്മൾ ആലോചിച്ചു. അല്ല, വളരെ കറക്റ്റ് ആണ് പുള്ളി പറയുന്നത്. എന്താന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതുകൊണ്ട് പുള്ളി അത് എന്താ പറയാ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും നിരപരാധി ശിക്ഷിക്കപ്പെടും, അല്ലേ? അതെ. യഥാർത്ഥ കുറ്റവാളികൾ പുറത്ത് നടക്കുമ്പോഴും ആ നിരപരാധിയുടെ ഒരു കണ്ണുനീരിന്റെ ഒരു പ്രാക്കുണ്ട്. അതെ. പലരും ആളൂർ സാറിനെ പൊതുമധ്യത്തിൽ വെച്ച് വളരെ വേദനയോടെ പ്രാകുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീ അതിജീവിതാന്ന് ഇപ്പോഴും ഞാൻ പറയത്തില്ല. ആ സ്ത്രീയുടെ കണ്ണുനീരിന്റെ ഒരു പവർ, അവർ 8 വർഷം അനുഭവിച്ച വേദന, 8 വർഷമല്ല 8 വർഷവും 9 മാസവും 29 ദിവസവും അത് കാണാപ്പാടമാണ്. കാരണം ഭയമാണ് എനിക്കും. ഞാൻ ഒരിക്കലും ട്രെയിനിൽ കയറുമ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറാറില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ചേച്ചി അതല്ലേ ലേഡീസ് കമ്പാർട്ട്മെന്റ്, അങ്ങോട്ട് നടന്നു പോകാം. മെമ്മോയിലായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ ഗോവിന്ദച്ചാമി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരെൻ്റെ അടുത്ത് ഒരു 4 ദിവസം മുമ്പാ. അപ്പൊ എന്നോട് ചോദിച്ചു ഗോവിന്ദച്ചാമിയോ? ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരം അങ്ങോട്ട് പോവാ. അപ്പൊ പറഞ്ഞു ഗോവിന്ദച്ചാമിയുണ്ട്. ഗോവിന്ദച്ചാമിയോ? അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോ? അപ്പൊ പെട്ടെന്ന് അവർക്ക് ഞാൻ പറഞ്ഞു ചേച്ചിമാർ എപ്പോഴെങ്കിലും എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവാം, അവിടെ ഗോവിന്ദച്ചാമി ഉണ്ട്. എന്ന് വെച്ചാൽ ജനറലിൽ കയറി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഞാൻ ഇന്ന് വരെ കയറിയിട്ടില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്ത 4 പുരുഷന്മാരെ. അതാണ്
അവിടെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും നമുക്ക്, ഇല്ലേ? അവിടെയാണ് മാഷെ ഭയം എന്ന് പറയുന്ന ആ ഒരു, ഇപ്പം ശരിക്കു പറഞ്ഞ ഭയവാ. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇപ്പം ആ ഒരു ഭയമുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാനും ഭയമാണ്. ഹോസ്പിറ്റലിൽ പോയി നമ്മൾ നിസ്സാര ഒരു കാര്യം പറയാം, ഒരു എന്താ പറയാ മെയിൽ നേഴ്സാണ് എങ്കിൽ ഒരു എന്താ പറയാ എക്സ്റേ എടുക്കാനായിട്ട് ഡ്രസ്സ് മാറിക്കോ എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞ് അമ്മ കയറുമ്പോഴും ഭയചകിതയായിട്ടാണ് ഞാൻ വെളിയിൽ നിൽക്കുന്നത്. ഒരവസ്ഥയാണ്, അത് ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ അവിടെ ആ മെയിൽ നഴ്സ് അവന്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ മാനസികാവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് ഓരോ ക്രൈമിനും യഥാവധി ക്രൈം ചെയ്ത എന്ന് പൂർണ്ണമായി ബോധ്യമായ എങ്കിൽ യഥാർത്ഥ നിയമം അവിടെ ഉണ്ട് എങ്കിൽ ആ ഭയം നമുക്കില്ല. ഭാഗ്യലക്ഷ്മി മാഡം അതാണ് പറഞ്ഞത്. ആരെ അല്ല പോയിന്റ് ഔട്ട് ചെയ്യുന്നവിടെ, കുറ്റം ആരായാലും പുരുഷനായാലും സ്ത്രീ ആയാലും ആ ഗൂഢാലോചന, ഏത് ഗൂഢാലോചന അല്ല, അതിനൊരു ഗൂഢാലോചന അല്ല, ആണ് അല്ലെങ്കിലും അതിന് ഇല്ലേ, അതിന് യഥാവിധി ശിക്ഷ കിട്ടിയാൽ തീർച്ചയായും സ്ത്രീകൾ ഭയചകിതരാകാതെ ജോലി ചെയ്യാം, സ്വസ്ഥമായ ജോലി ചെയ്യാം. തൊഴിലിടങ്ങളിലും അല്ലേ, നമ്മള് പൊതുവേദികളിലും യാത്രാവേളകളിലും ഹോസ്പിറ്റലുകളിലും എന്തിനേറെ ലിഫ്റ്റിൽ പോലും കയറാൻ പേടിയാണ്. ഞാൻ ലിഫ്റ്റ് കയറാറില്ല ഒറ്റയ്ക്ക് പോയാ, ഹസ്ബൻഡോ മോനോ ഇല്ലാതെ കയറാറില്ല. നമ്മള് ഇത് കയറി പോത്തേ ഉള്ളൂ, സ്റ്റെപ്പ് കയറി പോത്തേ ഉള്ളൂ. ഭയം. എത്ര ബോൾഡായിട്ടുള്ള സ്ത്രീ ആയാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മള് വീക്കായി പോകുന്ന ചില സമയങ്ങളുണ്ട്, ഇല്ലേ? കായികപരമായിട്ട് പുരുഷന് തന്നെയാണ് ശക്തി, ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് എല്ലാ സ്ത്രീകളും ഭയക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ആ സമയത്താണ് ചേച്ചി മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. മാഷിന് അറിയാൻ പാടില്ല എന്നിട്ടുണ്ട്. എഴുത്തുകാരി, ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ വലിയ ആളൊന്നും അല്ലെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാഷെ, പുറത്തറിയാതെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒത്തിരി പ്രായം ചെന്ന അപ്പാപ്പന്മാര് വന്ന് പറയുന്നുണ്ട്, ലോൺ വെക്കാനാന്നും പറഞ്ഞ് മകൻ എഴുതി വാങ്ങിച്ച ഭൂമി കയ്യിൽ കിട്ടിയപ്പോൾ പിന്നീട് തൊട്ട് അപ്പൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി, ശാപവാക്കുകൾ, സ്വന്തം ജനിപ്പിച്ച അപ്പൻ. ഒരിക്കലും പാടില്ലത്. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ അവർക്കൊപ്പം നിന്നത്, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, പുരുഷന്മാർക്കൊപ്പം നിൽക്കാൻ ഒരു ധൈര്യം കാണിച്ചത്. അല്ലാതെ അന്ന് വെച്ച് മാഷ് ഒരാളെ കുത്തിക്കൊന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്നാലേ യഥാർത്ഥ നിയമം തന്നെ ഞാൻ വാങ്ങിച്ചു തരും. ഞാൻ വാങ്ങിച്ചു തരും മീൻസ് ഞാനല്ലല്ലോ, എവിടെയാണോ അതിന്റെ ഇത് അതായിരിക്കണം പുരുഷ കമ്മീഷൻ. അല്ലാതെ ഒരു മെൻസ് ഒരു ഡേയിൽ വന്നിട്ട് ഒരു റാലി, അല്ലെങ്കിൽ ഞാൻ ആരെയും വെച്ച് പറഞ്ഞു ഒരു റാലി നടത്തുകയോ അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾ, ആ പുറകിൽ നിൽക്കുന്ന പുരുഷന്മാർക്ക് ശബ്ദം ഉണ്ടാവണം. അവരുടെ പ്രരോധനങ്ങളും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കിയ പോരാ, അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കണം, ആർജവം. എല്ലാം പറ്റിയില്ലെങ്കിൽ പോലും, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെൻസ് കമ്മീഷൻ കേരളത്തിൽ സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നീട് ചേച്ചി ഇനിയും ഈ പറയുന്ന പോലെ സജീവമായി ഓരോ കാര്യങ്ങളിൽ ഇടപെടാൻ ചേച്ചിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അപ്പം മാഷ് പറഞ്ഞത് നാവ് പൊന്നാകട്ടെ. അധികം താമസിക്കാതെ മാഷ് പറഞ്ഞ ആ വാക്കിന് ഒരർത്ഥമുണ്ടാക്കിക്കൊണ്ട് ഞാൻ മാഷിന് മുമ്പിൽ തന്നെ വരുന്നതായിരിക്കും. പുരുഷന്മാർക്ക് നീതി കിട്ടേണ്ട ആ ഒരു സാധ്യതയെ എങ്ങനെ നമുക്ക് അത് എന്താ പറയാ മുൻപോട്ട് കൊണ്ടുപോകാം എന്നതിന്. തീർച്ചയായും.